നമ്മൾ നൃത്തത്തിൽ വന്നു നോക്കുക. അപ്പൊ നൃത്തം വന്നതിന് ശേഷം അന്ന് ഒരു സുജൂദാണത്. അപ്പൊ വീണ്ടും പോണം സുജൂദിലേക്ക്, എന്നിട്ട് രണ്ടാമത്തെ നൃത്തത്തിലേക്ക് വരും. അവിടെ സഹവിന്റെ സുജൂദ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത്തഹിയാത്ത് ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണ്, അവസാനത്തെ അത്തഹിയാത്ത് ഫർളാണ്. അത് ആദ്യത്തെ അത്തഹിയാത്ത് മറന്നാലാണ്, അപ്പൊ അത് സുന്നത്താണ്. അത് ഇൻഷാ നമുക്ക് വേറെ ഒരു അപ്പോൾ നമ്മൾ സഹവിന്റെ സുജൂദ് ചെയ്യണം. അവസാനത്തെ അത്തഹിയാത്ത് മറന്നാൽ അവസാനത്തെ അത്തഹിയാത്ത് നിർബന്ധമാണ്, ഫർളാണ്. മനസ്സിലായില്ലേ? ആ നിസ്കാരത്തിന്റെ 10ാമത്തെ ഫർളാണ് തശഹ്ഹുദുൽ അഖീർ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലാണ് ഉള്ളത്. അങ്ങനെ ഈ ഇരുത്തം എങ്ങനെ ഇരിക്കണം എന്ന് ഇഫ്തിറാഷിന്റെ രൂപത്തിൽ ഇരിക്കലാണ് സുന്നത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ രണ്ട് മുൻകൈകൾ അവൻ വെക്കണം. ഞാനിങ്ങനെ ഓരോ ഇബാറത്ത് ലഫ്ളായിട്ട് ഓരോ വാക്കിന്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പോയാൽ മതി, അത് പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവന്റെ രണ്ട് മുൻകൈകൾ അവൻ വെക്കണം. ഏതാ രണ്ട് മുൻകൈകള്? ഇതല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതല്ലേ? ഇങ്ങനെ വെക്കണം. എവിടെ വെക്കണം? അലാ ഫഖ്ദൈഹി, അവന്റെ രണ്ട് തുടയുടെ മേൽ. ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലോ തുട, ഇതുവരെ. അപ്പൊ ഈ തുടയുടെ മേലെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുക, ഇങ്ങനെയല്ല വെക്കേണ്ടത്. അത് അത്തഹിയാത്തിനും രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിനും ഇങ്ങനെയല്ല. ചിലവരൊക്കെ ഇങ്ങനെ പിടിക്കും, ചിലവരിങ്ങനെ പിടിക്കും. ഇങ്ങനൊന്നല്ല, ഇങ്ങനെ വെക്കണം. ഇങ്ങനൊക്കെ പിടിക്കൽ കറാഹത്താണ്. ഇങ്ങനെ വെക്കണം. രണ്ട് തുടയുടെ മേൽ റുകുബത്തൈഹി, രണ്ട് മുട്ടുകളുടെ സമീപത്തായിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണം. നാശിറൻ, പരത്തി വെക്കണം. നിവർത്തി വെക്കണം. പരത്തി വെക്കാൻ നിവർത്തി. നാശിറൻ നിവർത്തിയിട്ട് വെക്കണം. വിരലുകളൊക്കെ ഇങ്ങനെ നിവർത്തി, ഇങ്ങനെ വിരലുകൾക്ക് നിവർത്തിയിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ചുരുട്ടി പിടിക്കരുത്. ഇങ്ങനെ ചുരുട്ടി പിടിക്കരുത്. ഇത് മസാലയാണ്. ഇങ്ങനെ ചുരുട്ടി പിടിക്കരുത്. ചിലവർക്ക് ഒരു രസമാണ്, ചിലവർക്കൊക്കെ. അത് ഇങ്ങനെ വെക്കണം, നിവർത്തി വെക്കണം. അങ്ങനെ നിവർത്തി വെക്കുമ്പോൾ ഈ വിരൽ തുമ്പുകൾ ഖിബലയുടെ ദിശയിലേക്ക്, ഖിബലയുടെ ഭാഗത്തേക്ക് നേരിടുന്ന രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്. അത്തഹിയാത്തിലാവുമ്പോൾ നമ്മൾ വലത് കൈ ഉണ്ടല്ലോ, വലത് കൈയിലെ വിരൽ ഇങ്ങനെ വെക്കണം. ഈ കൈ ഇങ്ങനെ വെക്കണം. സലാം വീട്ടുന്നത് വരെ ഇങ്ങനെ വെക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ പിടിക്കണം. ഇത് സുന്നത്താണ്. മനസ്സിലായി? ഇങ്ങനെയല്ല നമ്മൾ പിടിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുവരെ നമ്മൾ അത്തഹിയാത്ത് തുടങ്ങുമ്പോൾ വിരൽ ഇങ്ങനെ പിടിക്കണം. ഇടയിലെ ഇഷ്ടത്തിലല്ല, അത്തഹിയാത്തിൽ ഇങ്ങനെ പിടിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ എത്തുമ്പോൾ ഈ വിരൽ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മൾ സലാം വീട്ടുന്നത് വരെ, മസീഹ് ദജ്ജാൽ ചെല്ലുന്നത് വരെ നമ്മൾ ആ വിരലിലേക്കാണ് നോക്കൽ സുന്നത്ത് കേട്ടോ. സുന്നത്ത് ആ വിരലിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അത്തഹിയാത്ത് ചെല്ലലെന്താണ് സുന്നത്താണ്. ഒരു വരണ്ടേ, വലത് കയ്യിന്റെ വരല് അങ്ങനെ തന്നെ പിടിക്കണം. മനസ്സിലായില്ല? അല്ലാതെ അങ്ങനെയല്ലല്ലോ പിടിക്കുക. ഈ വലത് കയ്യിന്റെ വിരല് മാത്രം. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ഇടയിലെ ഇരുത്തം. നമ്മൾ രണ്ട് മുൻകൈകൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് തുടയുടെ മേൽ നിവർത്തി വെക്കണം. രണ്ട് മുട്ടിൻ കാലത്തിന് നമ്മളിപ്പോ എവിടെ ഉള്ളത്? റുക്കുവിലല്ലേ? ആണോ? രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലാണ്. റുക്കുവൊക്കെ കഴിഞ്ഞില്ലേ? സുജൂദിൽ ഈ ആ ഇരുത്തത്തിൽ അവൻ പറയണം എന്ത്? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ ദിക്ർ പ്രത്യേകം ഒറ്റ തവണ. എന്നിട്ട് രണ്ടാമത്തെ സുന്നത്ത്. മനസ്സിലായി? ഇങ്ങനെയാണ് സുന്നത്ത്. പിന്നെ രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും അഞ്ചാമത്തെ സുന്നത്താണ് അൽ-ഇഅ്തിമാദു അലാ ബത്നി കഫൈഹി ഇലാ ഖിയാമിഹാ ഇൻദ സുജൂദിൻ വ ഖുഊദിൻ. എന്താ പറഞ്ഞത്? നൃത്തത്തിന് സുജൂദിൽ നിന്നും ഇരുത്തത്തിൽ നിന്നും ഖിയാമിലേക്ക് പോകുമ്പോൾ അൽ-ഇഅ്തിമാദു അലാ ബത്നി കഫൈഹി,
അവൻ്റെ 2 മുൻകൈയിൻ്റെ പള്ളകൾ നിലത്ത് ഊന്നി വെച്ചിട്ട് വേണം നൃത്തത്തിലേക്ക് പോവാൻ. ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ മഹലിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാം. അവിടെ മൊഴിയിലേക്ക് അനക്കം അടങ്ങുക. ഈ അനക്കം അടങ്ങുക എന്നത് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയമെങ്കിലും ഓരോ ഫർളിലും നമ്മളുടെ അവയവങ്ങളൊന്ന് അടങ്ങണം. മനസ്സിലായില്ല? അത് നിർബന്ധമാണ്. ഫീ കുല്ലി റകഅത്തിൻ ഫീ കുല്ലി റുകൂഇൻ വൽ ഇഅ്തിദാലി വസുജൂദൈനി വൽ ജുലൂസി ബൈന സജദതൈനി. എല്ലാ റുകൂഇലും എല്ലാ റകഅത്തുകളിലെ റുകൂകളിലും 2 സുജൂദിലും 2 സുജൂദിന്റെ ഇരുത്തത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? അനക്കം അടങ്ങാം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയമെങ്കിലും നമ്മൾ അവിടെ ചെലവഴിക്കണം. അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക വരിക കോഴി കൊത്തുന്നത് പോലെയുള്ള ഉണ്ടല്ലോ നിസ്കാരം ശരിയാവും. കോഴി കൊത്തുന്നത് പോലെ ആവരുത് നമ്മളെ നിസ്കാരം. നിങ്ങൾ എന്തെങ്കിലും അരിയോ ചോറോ എന്തെങ്കിലും ഇട്ടോട്ടാക്കാണെങ്കിൽ കോഴിക്ക് ഇങ്ങനെ കൊത്തി